നമുക്ക് തേക്കിൻ്റെ ബേസ് കളറിൽ എങ്ങനെ വീട്ടിയുടെ കളർ ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമുക്ക് വേണ്ടത് റെഡ് മിക്സ് ചെയ്തിട്ടുള്ള ബ്രൗൺ പെയിൻറ്റിൽ കുറച്ച് റെഡ് മിക്സ് ചെയ്യുക, പിന്നെ ആവശ്യത്തിന് ബ്ലാക്ക് പെയിൻറ്റ്, അത് നമ്മുടെ ആവശ്യത്തിന് മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമ്മൾ ടർപ്പൻ്റാണ് നമ്മളിതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ യെല്ലോ കളറിൽ നമുക്ക് ഏത് മോഡലുള്ള ഡിസൈനാണോ വേണ്ടത് ആ രീതിയിൽ നമ്മൾ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷ് കൊണ്ട് സിമ്പിളായിട്ട് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇട്ടാൽ തന്നെ നമുക്ക് അത് ഒരു ചെറിയ ബ്രഷ് കൊണ്ട് അത് വാഷ് ചെയ്ത് കൊടുത്താൽ വീട്ടിയുടെ ആ ഒരു കളറിലോട്ട് നമുക്ക് തേക്കിൻ്റെ ബേസിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതിൻ്റെ കളറുകളിൽ വേരിയേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റെഡിൻ്റെ അളവ് കൂടുതൽ കൊടുക്കാം. അപ്പോൾ കുറച്ച് റെഡ് കൂടി നിൽക്കുന്ന ആ ഒരു കളർ വേണമെങ്കിൽ അങ്ങനെ കിട്ടും. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് കറുത്ത ചില വീട്ടിലേക്ക് ചില ഭാഗത്തൊക്കെ വരുന്നത് പോലെയുള്ള ആ ഒരു വരകൾ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ബ്രഷ് കൊണ്ട് അതിൻ്റെ മേലെ ചെറിയ ബ്ലാക്ക് കളറ് കുറച്ചെടുത്തിട്ട് അതിൻ്റെ ചില ഭാഗത്തൊക്കെ നമുക്ക് എങ്ങനെയുള്ള ഡിസൈനാണോ വേണ്ടത് അങ്ങനെയുള്ളത് ചെറുതായിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു സ്മൂത്തായിട്ടുള്ള ബ്രഷ് കൊണ്ട് പതുക്കെ വാഷ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബ്രഷിൽ ഇപ്പോൾ കുറച്ച് നനവുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഫിനിഷിൽ തട്ടുമ്പോൾ നമുക്ക് കിട്ടാത്തത്. നമ്മളത് നല്ല ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് കൊണ്ട് തട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വീട്ടിയുടെ ഫീല് തേക്കിൻ്റെ ബേസിൽ തന്നെ വരച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് ഏറെക്കുറെ നമുക്കൊരു വീട്ടിയുടെ കളർ തന്നെ ഫീൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ കളർ വേരിയേഷൻസ് വേണമെങ്കിൽ നമ്മൾ ചേർക്കുന്ന പെയിൻറ്റുകളുടെ കളറുകൾ മാറ്റം വരുത്തിയാൽ നമുക്ക് അത് കിട്ടും.